ഫോർ സ്റ്റോറീസിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. വർക്കലയ്ക്ക് പോകാനാണ് ഉദ്ദേശം. ശനിയാഴ്ചയാണ്, ജോലി കഴിഞ്ഞിറങ്ങിയതാണ്. നമ്മുടെ ജോലി സ്ഥലം പാലാ മരങ്ങാട്ടുപള്ളിയാണ്. അവിടെ നിന്നും ബൈക്കിനാണ് എത്തിയിട്ടുള്ളത്. ബൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പാർക്കിങ്ങിൽ സേഫായി പാർക്ക് ചെയ്യുകയാണ്. ഇവിടെ ഇങ്ങനെയൊരു സൗകര്യമുള്ളത് വളരെ ഉപകാരമാണ്. വാഹനമെല്ലാം പാർക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങുകയാണ്. 2 ദിവസത്തേക്കാണ് നമ്മളിവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്നത്. 50 രൂപയാണ് നമുക്കതിന് ചാർജ് വന്നിട്ടുള്ളത്. അതെല്ലാം കൊടുത്ത് നമ്മുടെ ബൈക്ക് സേഫായി അവിടെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി. 6:10 കോട്ടയത്തെത്തുന്ന കേരള എക്സ്പ്രസ്സിന് വർക്കലയ്ക്ക് പോകാനാണ് നമ്മുടെ ഉദ്ദേശം. ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുന്ന ട്രെയിനാണ് കേരള എക്സ്പ്രസ്. പെട്ടെന്നുള്ളൊരു ഐഡിയ ആയതുകൊണ്ട് തന്നെ ജനറൽ ടിക്കറ്റിലാണ് യാത്ര. അത്യാവശ്യം നല്ല തിരക്ക് കാണുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ട്രെയിനിൽ കയറിയിട്ടുള്ള വീഡിയോ എടുപ്പൊക്കെ എങ്ങനെയാണെന്നുള്ളത് സംശയമാണ്. കാരണം ശനിയാഴ്ചയായിട്ട് വീട്ടിലേക്കും അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കും കോളേജുകളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കൊക്കെ ആളുകൾ പോകുന്ന ദിവസമാണ്. നല്ല തിരക്കാണ്. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഏതായാലും കോട്ടയത്തേക്ക് എത്തുകയാണ്. ഒമ്പത് മണിയോടുകൂടി ഈ ട്രെയിൻ വർക്കല എത്തുമെന്നാണ് കാണിക്കുന്നത്. ഇനി ഏതായാലും വർക്കലയിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ കാണാം. വർക്കലയിൽ ചെല്ലുമ്പോൾ ഏതായാലും രാത്രിയാകും. വർക്കലയിലെ രാത്രി കാഴ്ചകളൊക്കെ നമുക്കിനി കാണാം. രാത്രി 9:10 കൂടിയാണ് നമ്മുടെ ട്രെയിൻ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. വർക്കല ശിവഗിരി എന്നാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. ഒരു ഓട്ടോ എടുത്ത് നേരെ വർക്കല ക്ലിഫിലോട്ടാണ്. നമ്മളിവിടെ ഒരു ചെറിയ സ്റ്റേ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഏതായാലും വർക്കല ക്ലിഫിൽ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുവരാം. വർക്കല ക്ലിഫ് രാത്രിയിൽ സജീവമാണ്. സ്വദേശികളും വിദേശികളുമായ അനേകായിരം ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലമാണ് വർക്കല. കേരളത്തിലൊരു മിനി ഗോവ എന്ന് വേണമെങ്കിൽ നമുക്ക് വർക്കലയെ വിശേഷിപ്പിക്കാനാവും. അത്തരത്തിലുള്ള ഒരുപാട് കടകളും കച്ചവടക്കാരും ആളുകളും മ്യൂസിക്കും അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു പ്രദേശമാണ് വർക്കല. പ്രത്യേകിച്ച് വർക്കല ക്ലിഫ്. സീ ഫുഡിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി വിഭവങ്ങൾ ഇവിടെ കിട്ടും. സീ ഫുഡിന് മാത്രമേ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ഇവിടെ ഉണ്ട് കേട്ടോ. വർക്കല ബ്ലാക്ക് ബീച്ചിനടുത്താണ് നമ്മൾ ഒരു സ്റ്റേ എടുത്തിട്ടുള്ളത്. നമ്മുടെ തമ്മിൽ കണ്ടുകൊണ്ട് തന്നെ 350 രൂപയ്ക്കാണ് നമുക്കിന്ന് സ്റ്റേ ലഭിച്ചിട്ടുള്ളത്. ഒരു ടെൻറ്റാണ്. ഏതായാലും ആ ടെൻറ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്. നമ്മളിന്നലെ സ്റ്റേ ചെയ്താണ് വർക്കല ബ്ലാക്ക് ബീച്ചിലെ സോൾ അത്യാവശ്യം നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഒരു ചെറിയ റെസ്റ്റോറൻറ്റും വിശാലമായ പാർക്കിങ്ങും എല്ലാമായിട്ട് നല്ല പീസ്ഫുൾ ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടാണ് സോൾ. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ടെറസിലാണ് നമ്മുടെ ടെൻ്റ് ഉണ്ടായിരുന്നത്. ഈ ടെറസിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. ഇവിടെ ഇരുന്ന് വൈകുന്നേരം ചായയൊക്കെ കുടിക്കാൻ അടിപൊളിയായിരിക്കും. നമ്മളേതായാലും വർക്കല ക്ലിഫിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. വർക്കല ക്ലിഫിൻ്റെ പ്രഭാത ദൃശ്യങ്ങളാണ്. ഇവിടെ നിന്നുള്ള ബീച്ചിൻ്റെ ദൃശ്യം അതിമനോഹരമാണ്.
ചെറിയ മണ്ണിടിച്ചിൽ ഭീഷണിയൊക്കെ നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് വർക്കല ക്ലിഫ്. എന്നിരുന്നാലും സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ക്ലിഫ് ബീച്ചുകളിലൊന്നാണ് വർക്കലയിലേത്. പിന്നെയുള്ളത് ഗോവയിലാണ് ജാപ്പനീസ് ബീച്ച്. അതത്ര മനോഹരമായ ഒന്നായൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഈ സ്റ്റെപ്പ് ഇറങ്ങിയാണ് നമുക്ക് ബീച്ചിലോട്ട് എത്തേണ്ടത്. സ്റ്റെപ്പ് ഇറങ്ങാൻ നല്ല എളുപ്പമാണ്, തിരിച്ചു കയറി വരുമ്പോൾ ഊപ്പാട് ഇളകുമെന്ന് ഉറപ്പാണ്. നമ്മളേതായാലും സ്റ്റെപ്പൊക്കെ ഇറങ്ങി താഴെ ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. ബീച്ചിൽ രാവിലെ തന്നെ അത്യാവശ്യം തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. രാവിലെയും വൈകുന്നേര സമയത്തുമാണ് വർക്കല ബീച്ച് സജീവമായിട്ടുള്ളത്. ബീച്ചിലെ ആദ്യത്തെ കാഴ്ച തന്നെ ഇതായിരുന്നു. കക്ഷി രാവിലെ തന്നെ എന്തൊക്കെയോ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ആളുടെ കാറ്റാടിയുടെ സ്പീഡ് കണ്ടാലറിയാം ബീച്ചിൽ എത്രത്തോളം കാറ്റ് വീശുന്നുണ്ടെന്നുള്ളത്. അമ്മ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മണ്ണപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മകന് കാണിച്ചു കൊടുക്കുകയാണ് ഈ അമ്മ. ഏതായാലും നല്ലൊരു കാഴ്ച. ബീച്ചിലെ മറ്റൊരു കാഴ്ച ഇതാണ്. തിരകളുടെ ശക്തി കൂടുന്നതനുസരിച്ച് അവിടെ നിന്ന് ആളുകളെ മാറ്റി റിബൺ വലിച്ചു കെട്ടുന്ന ബീച്ചിലെ കോസ്റ്റ് സെക്യൂരിറ്റി ഗാർഡുകൾ. ഇവരെപ്പോലുള്ളവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി തന്നെ പാലിക്കേണ്ടതുണ്ട്. ബീച്ചുകളിലുണ്ടാകുന്ന ഒട്ടുമിക്ക അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇവരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ്. ഏതായാലും നമ്മൾ ബീച്ചിൻ്റെ മറുവശത്തേക്ക് നടക്കുകയാണ്. കുടുംബവുമൊത്തുള്ള സന്തോഷ നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തുന്നവരാണ്. ഇതിൻ്റെ മറുവശം ഇതാണ്. ഈ ഡിജിറ്റൽ ക്യാമറകളെല്ലാം ഇത്ര സജീവമായ കാലത്ത് ഇത്തരത്തിലുള്ള ആളുകളാണ് പെട്ടുപോയത്. ഏതായാലും അയാളുടെ നിസ്സഹായത കണ്ട് ഞാൻ കുറച്ചു നേരം നിന്നു. ഇക്കാലത്ത് ഫോട്ടോ എടുത്ത് അത് സൂക്ഷിക്കുന്ന ആളുകളൊക്കെ കുറവാണെന്നല്ല, തീരെയില്ല. എല്ലാവരും മൊബൈൽ ഫോണിലാണ് ഫോട്ടോ സൂക്ഷിക്കാറ്. അതാണ് നമുക്ക് കൂടുതൽ സൗകര്യവും. ഇവിടെ വേറൊരാൾ അത്യാവശ്യം നല്ല തിരക്കിലാണ്. ഈ ചെറുപ്പത്തിൽ തന്നെ വീട്ടിലെല്ലാ ജോലിയും താൻ ഒറ്റയ്ക്ക് ചെയ്യണമെന്നുള്ള നിസ്സഹായതയോടുകൂടി ആൾ രാവിലെ തന്നെ തിരക്കിട്ട ജോലികളിലാണ്. ആളുടെ ഈ തിരക്ക് പിടിച്ച ജീവിതമൊക്കെ ക്യാമറയിലാക്കി ചെറിയൊരു പുഞ്ചിരിയോടുകൂടി ഞാനിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ കുറച്ച് പേർ കബഡി കളിയിലാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള കൂട്ടുകാരാണെന്ന് തോന്നുന്നു. തമിഴ്നാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് കബഡി. ഈയിടയ്ക്ക് ഗില്ലി സിനിമ റിലീസ് ചെയ്തതും ആ റിലീസിന് 25 കോടിയിലധികം കളക്ഷൻ ലഭിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. ഗില്ലി കണ്ടവർക്കെല്ലാം അറിയാം കബഡി കളിക്ക് തമിഴ്നാട്ടിലുള്ള പ്രിയം എന്താണെന്നുള്ളത്. ഏതായാലും ഇവരുടെ കബഡി കളിയെല്ലാം കണ്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. എന്നെപ്പോലെ തന്നെ മറ്റു ചിലരും ഈ കളിയെല്ലാം കണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഞങ്ങളെ കൂടാതെ മറ്റൊരാൾ കൂടി ഈ കബഡി കൃത്യമായിട്ട് തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അത് ഈ ചേട്ടനാണ്. ഏതെങ്കിലും തരത്തിൽ ഇവർ കടലിലോട്ട് ഇറങ്ങുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഇദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേതായാലും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. മാക്സിമം നമ്മൾ ഇവരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ബീച്ചിനെ ഇത്ര സൗന്ദര്യമായിട്ട് അല്ലെങ്കിൽ സുന്ദരമായിട്ട് കാത്തു സൂക്ഷിക്കുന്നവരെയാണ്. ഇവിടുത്തെ ഹരിതകർമ്മസേന. ഇവരുടെ ഒരുപാട് മണിക്കൂർ നേരത്തെ പ്രയത്നമാണ് നമ്മളിങ്ങനെ കാണുന്ന ഈ വൃത്തിയുള്ള വർക്കല ബീച്ച്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയേണ്ടത് ഈ ബീച്ചിനെ ഈ വൃത്തിയായി തന്നെ സൂക്ഷിക്കുക എന്നത് ആയിരിക്കണം. കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് മനോരമയെല്ലാം
നിരത്തി എല്ലാ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു വിഷയമാണിത്. വർക്കലയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. കഴിഞ്ഞ മാർച്ച് മാസം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തിരമാലകൾ പെടുകയും 9ഓളം ആളുകൾ ആശുപത്രിയിലാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരുപാട് വാർത്തകളിലെല്ലാം വന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണിത്. ഇതിപ്പോൾ അതിലും പ്രവർത്തനമില്ല, കരയിലോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. നിലവിൽ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകരാറിലാണെന്നും ഇത് പ്രവർത്തനമില്ലെന്നും ഇതിൽ പ്രവേശിക്കരുതെന്നുമുള്ള നിർദ്ദേശം പോലീസ് കൃത്യമായി തന്നെ നൽകിയിട്ടുണ്ട്. തൽക്കാലം സായിപ്പിന് തുണി വെച്ച് ഉണങ്ങാനുള്ള സൗകര്യമായി നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മാറിയിരിക്കുകയാണ്. ഈ സായിപ്പിനറിയില്ലല്ലോ കേരളമെമ്പാട് കൊട്ടിഘോഷിച്ച ഒരു വലിയ സംഭവമാണിതെന്നുള്ളത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് മോശമാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലെയുള്ള പുതിയ പുതിയ വിനോദസഞ്ചാരത്തിന് താങ്ങാവുന്ന അല്ലെങ്കിൽ തണലാവുന്ന ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ അങ്ങോളം വരേണ്ടതുണ്ട്. ഇതുപോലുള്ളവയെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതുമുണ്ട്. കാരണം കേരളത്തിൽ പ്രഖ്യാപിക്കുന്ന പല പദ്ധതികളും പ്രഖ്യാപനങ്ങൾ മാത്രമായി മാറുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞയിടയ്ക്ക് പ്രഖ്യാപിച്ച ക്യാരവാൻ ടൂറിസം, അതുപോലെയുള്ള ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ, ഇതിനെല്ലാം ഇപ്പോഴുള്ള സ്ഥിതി എന്താണെന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം. ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് റിസോഴ്സുകളുള്ള സംസ്ഥാനമാണ് കേരളം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിനെ വെച്ച് നോക്കിയാൽ കേരളത്തിലുള്ള അത്രയും ടൂറിസം അട്രാക്ഷൻസ് അവിടെയില്ല. എന്നാലും അവിടെ ഉള്ള സൗകര്യങ്ങൾ അവരെങ്ങനെയൊക്കെയാണ് മെച്ചപ്പെടുത്തി അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നത് നമ്മൾ കൃത്യമായി തന്നെ കണ്ട് മനസ്സിലാക്കേണ്ട ഒന്നുകൂടിയാണ്. ഈ കോസ്റ്റ് ഗാർഡ് ചേട്ടൻ അവിടെ നിൽക്കുന്ന കുട്ടികളോട് മാറാൻ പറയുകയാണ്. അദ്ദേഹം ഒരുപാട് പറഞ്ഞിട്ടും അവർ ആ തിരയിൽ നിന്ന് കയറാൻ കൂട്ടാക്കുന്നില്ല. ഇതുതന്നെയാണ് ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞതും. ഇവരുടെ നിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കണം. കാരണം ഇവർ ഓരോ നിർദ്ദേശങ്ങൾ തരുന്നത് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയാണ്. ആ ബോധം നമുക്കെല്ലാവർക്കും കൃത്യമായി ഉണ്ടാവണം. വർക്കല ബീച്ചിന് പാപനാശം ബീച്ചെന്നും മറ്റൊരു പേരുണ്ട്. അത് ഇതുകൊണ്ടുകൂടിയാണ്. ഒരു വശത്ത് വിനോദവും അല്ലെങ്കിൽ ആഹ്ലാദവും അലതല്ലുമ്പോൾ വർക്കല ബീച്ചിൻ്റെ മറുവശം ഇതാണ്. ഉറ്റവരുടെയോ അല്ലെങ്കിൽ ഉടയവരുടെയോ മരണം കൊണ്ട് ദുഃഖിതരായ ആളുകൾ അവർക്ക് ബലിയിടാനും അല്ലെങ്കിൽ അന്ത്യകർമ്മം ചെയ്യാനുമായി വന്നിരിക്കുന്നു. ഇതും ഈ ബീച്ചിൻ്റെ മറ്റൊരു മുഖമാണ്. ഈ കാഴ്ചകളെല്ലാം ക്യാമറയിൽ പകർത്തി മരണപ്പെട്ടുപോയ വേണ്ടപ്പെട്ടവരെ ഓർത്ത് ഞാനും ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ വീണ്ടും ബീച്ചിൻ്റെ മറുവശത്തേക്ക് നടക്കുകയാണ്. കടൽ എപ്പോഴും അത്ഭുതമാണ്. എത്ര കണ്ടാലും മതി വരാത്ത ഒരത്ഭുതം. ഇവിടെ നായയ്ക്ക് തീറ്റ കൊടുക്കുന്ന ഒരു വിദേശിയെ കണ്ടു. സന്തോഷം തോന്നി. ഈ കടലും കടൽ തിരമാലകളുമെല്ലാം കണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. സമയം ഉച്ചയോടടുക്കുകയാണ്. നമ്മൾ പയ്യെ വർക്കല ബീച്ചിൽ നിന്ന് മുകളിലോട്ട് കയറാൻ പോവുകയാണ്. കടൽ എത്ര കണ്ടാലും മതി വരില്ല. ഇങ്ങനെ നിന്ന് പോകും. ഈ ഓരോ തിരമാലകൾ ഇങ്ങനെ വരുന്നത് നോക്കി ഇങ്ങനെ നിന്നാൽ സമയം പോകുമെന്ന് അറിയില്ല. ഏതായാലും നമുക്ക് മുകളിലോട്ട് കയറണം. നമ്മളേതായാലും ഓടിക്കളിച്ച് താഴോട്ടിറങ്ങിയ സ്റ്റെപ്പെല്ലാം പതിയെ പതിയെ കയറി വർക്കല ക്ലിഫിലോട്ട് എത്തുകയാണ്. വർക്കല ക്ലിഫ് അതിമനോഹരമായി അല്ലെങ്കിൽ വൃത്തിയായി തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകളുടെ ഒരുപാട് മണിക്കൂർ നേരത്തെ പ്രയത്നമാണിത്. നമ്മൾ രാവിലെ കണ്ട ചേച്ചിമാരെ പോലെയുള്ള അല്ലെങ്കിൽ ഈ വരുന്ന ഈ ചേച്ചിയെ പോലുള്ള ഒരുപാട് പേരുടെ പരിശ്രമം. അതുകൊണ്ട് തന്നെ കഴിവതും നമ്മളും ഈ പരിസര പ്രദേശങ്ങൾ വൃത്തിയായി തന്നെ, ഇതൊന്നല്ല കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളും നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളും വൃത്തിയായി തന്നെ സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ ഒത്തുപിടിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചൊരു മനസ്സ് വെച്ചാൽ സുൽത്താൻ ബത്തേരി പോലെ കേരളത്തിലെ എല്ലാ നഗരങ്ങളും മാലിന്യമുക്തമാക്കാൻ നമുക്ക് കഴിയും. ഈ ക്ലിഫിലിരുന്നുള്ള ബീച്ചിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ്. വർക്കലയിലെ ഹെലിപ്പാഡാണിത്. ഹെലിപ്പാഡിൻ്റെ ചുറ്റുമായി ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. രാത്രികാലങ്ങളായാൽ ഇവിടെ നിറയെ വാഹനങ്ങളാണ്. ക്ലിഫും പരിസര പ്രദേശങ്ങളെല്ലാം രാത്രിയിൽ സജീവമാണ്. വർക്കലയിലെ കാഴ്ചകളെല്ലാം കണ്ട്
നമ്മൾ തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ് കയറിയിരിക്കുകയാണ്. 17 രൂപയാണ് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ബസ്സിന് ചാർജായി വരുന്നത്. വർക്കലയിൽ കാഴ്ചകളെല്ലാം മനോഹരമായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് വർക്കല ബീച്ചിൻ്റെ വൃത്തിയാണ്. നമ്മളേതായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വർക്കല റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം പണികളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അറ്റകുറ്റപ്പണികളും അല്ലെങ്കിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നുണ്ട്. നമ്മളേതായാലും ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് കൊല്ലത്തേക്കാണ്. ഇവിടുന്ന് 20 മിനിറ്റ് കൂടുമ്പോൾ കൊല്ലത്തേക്ക് ട്രെയിനുണ്ട്. ഇവിടുന്ന് കൊല്ലത്തേക്കും അവിടെ നിന്ന് പുനലൂർ ചെങ്കോട്ട വഴി തെങ്കാശിയിലോട്ടുമാണ് നമ്മുടെ അടുത്ത യാത്ര. നമുക്ക് പോകാനുള്ള ട്രെയിൻ ഏതായാലും എത്തിയിട്ടുണ്ട്. ഏതായാലും വർക്കലയുടെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുമല്ലോ. ഏതായാലും മറ്റൊരു യാത്രയിൽ വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വർക്കലയ്ക്കും നിങ്ങൾക്കും യാത്ര പറയുകയാണ്.